നമസ്കാരം. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രയേലും ഇറാനുമായുള്ള സംഘർഷത്തിൽ സമാധാന ശ്രമം തുടരുന്നതിനിടെ സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് ചരിത്രപരമായ സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. സൗദിയിലെ വിശുദ്ധ നഗരമായ മക്കയിൽ വെച്ചാണ് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ, സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവർ മക്ക ജോയിന്റ് ഡിറ്ററൻസ് അഗ്രിമെന്റ് എന്ന് നാമകരണം ചെയ്ത ഈ ചരിത്ര കരാറിൽ ഒപ്പുവെച്ചത്. സഖ്യത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന സൈനിക ആക്രമണം 3 രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്ന കൂട്ടായ സുരക്ഷാ വ്യവസ്ഥയാണ് കരാറിലെ പ്രധാന ആകർഷണം. 3 രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ചരിത്രപരമായ ബന്ധവും ഇസ്ലാമിക സാഹോദര്യവും തന്ത്രപ്രധാനമായ സംയുക്ത താൽപര്യങ്ങളും മുൻനിർത്തിയാണ് ഈ കരാർ രൂപീകരിച്ചിട്ടുള്ളതെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ശക്തമായ സൈനിക ശേഷിയുള്ള പാകിസ്ഥാൻ കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിനൊപ്പം എത്തിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് മക്കയിൽ ഉംറ നിർവഹിച്ച ശേഷമാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത്. വെള്ളിയാഴ്ച മക്കയിലെത്തിയ തുർക്കി പ്രസിഡന്റ് എർദോഗനുമായി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പ്രത്യേക കൂടിക്കാഴ്ച നടത്തുകയും 3 നേതാക്കളും ഒന്നിച്ച് കരാർ ഔദ്യോഗികമായി ഒപ്പുവെക്കുകയുമായിരുന്നു. 2023 ഒക്ടോബർ 7 നടന്ന ഹമാസ് ആക്രമണത്തിനും അതിനുശേഷം ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്കും തൊട്ടു പിന്നാലെയാണ് 3 രാജ്യങ്ങളും തമ്മിൽ ഇത്തരമൊരു പ്രതിരോധ സഖ്യത്തിനായുള്ള ചർച്ചകൾ ആരംഭിച്ചത്. പിന്നീട് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാൻ നേരെ യുദ്ധം പ്രഖ്യാപിച്ചതോടെയും ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെയുമാണ് ചർച്ചകൾക്ക് വേഗം കൂടിയതും കരാർ യാഥാർത്ഥ്യമായതും. മേഖലയിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയ്ക്ക് നേരെ ഇറാന്റെയും യമനിലെ ഹൂത്തികളുടെയും ഭാഗത്തു നിന്ന് തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനൊപ്പം ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന കടന്നുകയറ്റവും മേഖലയിൽ ഇസ്രായേലിനുണ്ടാകുന്ന സ്വാധീനവും ഇറാന്റെ തിരിച്ചടികളും ഈ 3 പ്രമുഖ രാജ്യങ്ങളെ ഒന്നിച്ച് ചിന്തിക്കാനും അടിയന്തരമായി പുതിയ പ്രതിരോധ നിര പണിയാനും നിർബന്ധിതരാക്കി. നടപ്പിലായ കരാർ പ്രകാരം 3 രാജ്യങ്ങളുടെയും തന്ത്രപ്രധാനമായ കഴിവുകൾ ഒന്നിച്ചു വിനിയോഗിക്കാൻ സാധിക്കും. നാറ്റോയിൽ 2ാമത്തെ വലിയ സൈനിക ശക്തിയായ തുർക്കിയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയും ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരായ സൗദിയുടെ സാമ്പത്തിക ശേഷിയും മുസ്ലിം ലോകത്തെ ഏക ആണവ ശക്തിയായ പാകിസ്ഥാന്റെ മികച്ച സൈനിക അനുഭവ സമ്പത്തും സമന്വയിക്കപ്പെടുന്നതോടെ ഇത് ശക്തമായ സഖ്യമായി മാറും. നിലവിൽ അമേരിക്കൻ ആയുധങ്ങളെയും സാങ്കേതിക വിദ്യകളെയും വൻതുക നൽകി ആശ്രയിക്കുന്ന സൗദി അറേബ്യയ്ക്ക് സ്വന്തമായി പ്രതിരോധ ഉൽപ്പാദന മേഖല വികസിപ്പിച്ചെടുക്കാൻ ഈ സഖ്യം വഴി സാധിക്കും. കൂടാതെ പ്രതിരോധ ഉൽപ്പാദനം, രഹസ്യാന്വേഷണ വിവരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കൽ, ഊർജ്ജ മേഖലയിലെ സഹകരണം, സൈനിക പരിശീലനങ്ങൾ എന്നിവയിലും 3 രാജ്യങ്ങൾ തമ്മിൽ ഇനി മുതൽ ശക്തമായ കൂട്ടുകെട്ടുണ്ടാകും. പെട്ടെന്നുണ്ടായ തീരുമാനമല്ല ഈ കരാർ, മറിച്ച് കൃത്യമായ നയതന്ത്ര നീക്കങ്ങളുടെ ഫലമാണ്. ഇതിന് മുന്നോടിയായി 2025 സെപ്റ്റംബറിൽ പാകിസ്ഥാനും സൗദിയും തമ്മിലൊരു പ്രതിരോധ കരാർ ഒപ്പുവെച്ചിരുന്നു. തുടർന്ന് 2026 മാർച്ച് 19 റിയാദിൽ ചേർന്ന ഇസ്ലാമിക് ഉച്ചകോടിയിൽ 3 രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്ത് സംയുക്ത സുരക്ഷാ കരാറിന്റെ അന്തിമ രൂപം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു.